ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് സ്നാക്ക് മാത്രമല്ല, ഒരു സ്റ്റാർട്ടറായിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇതിനൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് അധികം നേരം ടൈമൊന്നും എടുക്കില്ല, അത് ഇൻഗ്രീഡിയൻസും വേണ്ട. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുനാഫ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതിലിപ്പോൾ മെയിനായിട്ട് വേണ്ടത് കുനാഫ ഡോയും ബോൺലെസ് ചിക്കനും, അത് സ്ട്രൈപ്പ് കട്ട് ചെയ്താണ് വേണ്ടത്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ഈ സ്ട്രൈപ്പ് കട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ അധികം ലെങ്ത് ആക്കിയിട്ടില്ല. ലെങ്ത് ആക്കിയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുനാഫ ഡോന ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ചെറിയതായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലെങ്ത്തിൽ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ 100 ഗ്രാം ചിക്കനാണ് എടുത്തത്. ആദ്യം നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇതിലോട്ടേക്ക് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങാ നീരാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഒറിഗാനോ. ഇതുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യണേ, നല്ലൊരു ഫ്ലേവറാണ് ഇത് ചേർക്കുമ്പോൾ. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ, ഇനി ഒരു 1/2 മുട്ട മതി. അത് നല്ലപോലെ ബീറ്റ് ചെയ്താണ് വേണ്ടത്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഇതിൽ ഓൾറെഡി സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് സോൾട്ടിയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കണം, നമുക്ക് അപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ആദ്യം ഈ കുനാഫ ഡോന്ന് നീളത്തിലുള്ള ഒരു പോർഷൻ എടുക്കുക, ഒരു ചെറിയ പോർഷൻ എടുത്താൽ മതി കേട്ടോ, ഇതുപോലെ. ഇനി 1 പീസ് ചിക്കൻ എടുക്കുക, എന്നിട്ട് കുനാഫ ഡോ ആ ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. നമ്മൾ എഗ്ഗും കോൺഫ്ലോർ ആഡ് ചെയ്തുകൊണ്ട് ഈ കുനാഫ ഡോ ഈ ചിക്കൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചോളൂ, ഇത് പുറത്തൊന്നും പോവില്ല കേട്ടോ. ഇതിലാകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചിക്കനെ കംപ്ലീറ്റ് ഈ കുനാഫ ഡോനെ കൊണ്ട് കവർ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ചിക്കനെ കുനാഫ ഡോ കൊണ്ട് നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട്. അവസാനം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നാൽ നല്ല സെക്യൂറായിട്ട് അവിടെ നിന്നോളൂ. ഈ ടൈമിൽ വേണമെങ്കിൽ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ആ നീളത്തിലുള്ള ഷേപ്പും ആക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെയാണ് വേണ്ടത്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ എപ്പോഴും മീഡിയം ചൂടാനേ പാടുള്ളൂ, ഓവറായിട്ട് ചൂടാൻ പാടില്ല, കാരണം നമ്മൾ കുനാഫ ഇടുമ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഇട്ട് വെന്തും കിട്ടില്ല. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കുനാഫ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് മറിച്ചിടരുത്, ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയാലേ മറിച്ചിടാൻ പാടുള്ളൂ. നമ്മളിത് പെട്ടെന്ന് മറിച്ചിട്ടാൽ ആ കുനാഫ ചിക്കന് പുറത്തേക്ക് വരും, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യാം. ഈ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അതും മറിച്ചിട്ട് കൊടുക്കാം. ഇനി വേണ്ടതെന്ന് വെച്ചാൽ 2 സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് വറുത്ത് കോരി മാറ്റാം. ഇതിനെ നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അത്രയ്ക്കും ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടമായാലും വീഡിയോ കണ്ടും ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ നോട്ടിഫിക്കേഷൻ ഒന്നും ഓണാക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.